ഈ സെപ്റ്റംബർ മാസം രാജ്യത്തെ രണ്ട് പ്രധാനപ്പെട്ട ജന്മദിനാഘോഷങ്ങൾ വരികയാണ്. ആഘോഷത്തേക്കാൾ അപ്പുറം ആ ജന്മദിനം കഴിയുമ്പോൾ അവർ ആ സ്ഥാനങ്ങളിൽ നിന്ന് പടിയിറങ്ങുമോ എന്നുള്ളതാണ് ഈ രാജ്യം കാത്തിരിക്കുന്നത്. ഒന്ന് നരേന്ദ്രമോദി, മറ്റൊന്ന് മോഹൻ ഭാഗവത്. എന്തായിരിക്കും? ഈ രാഷ്ട്രത്തെ നയിക്കുന്ന അച്ചുതണ്ടിൻ്റെ രണ്ട് അക്ഷയ ബിന്ദുക്കളാണ് ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ. ഒരു അച്ചുതണ്ടാണ്, ഒരു അച്ചുതണ്ടായിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടപ്പാക്കി വരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ മോഹൻ ഭാഗവത് പറഞ്ഞത് 75 വയസ്സ് കഴിഞ്ഞാൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കണം എന്നുള്ളതാണ്. സജീവ രാഷ്ട്രീയത്തിൽ നിന്നാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, RSS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയല്ല, ഒരു സാംസ്കാരിക സംഘടനയാണ്. അതുപോലെ തന്നെ മോദി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രത്തിൻ്റെ CEO ആണ്. അതിൽ RSS സംതൃപ്തരുമാണ്. പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള കാര്യങ്ങളിലെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ വളരെ ശ്ലാഘനീയമാണെന്ന് തന്നെ വിശ്വസിക്കുന്നവരാണ് RSSകാർ. അതുകൊണ്ട് ഈ കാര്യത്തിൽ മോദി അങ്ങ് മാറിപ്പോകണമെന്നൊരു നിർബന്ധ ബുദ്ധി അവർക്കില്ല. മറിച്ച് AB വാജ്പേയി വളരെ സോഫ്റ്റായിട്ട് പെരുമാറുന്നതുകൊണ്ട് AB വാജ്പേയി മാറി അദ്വാനിയാവണമെന്ന് പണ്ടവർക്ക് ഒരാഗ്രഹം ഉണ്ടെന്നുണ്ട്. കാരണം കൂടുതൽ ഹിന്ദുത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ളത് ലാൽകൃഷ്ണ അദ്വാനി, മറ്റൊന്നുമല്ല, അദ്ദേഹം രഥയാത്ര നടത്തിയാണല്ലോ BJPയുടെ ആ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 2ൽ നിന്ന് 82ലേക്ക് മാറ്റിയ വലിയൊരു മഹാത്ഭുതം സൃഷ്ടിച്ചത്. അതുകൊണ്ടൊരു പ്രത്യേക കൂറ് അദ്വാനിയോട് ഉണ്ടായിരുന്നു. പക്ഷെ മോദി വന്നപ്പോൾ ഈ അദ്വാനിയെ തന്നെ പ്രായത്തിൻ്റെ പേരിൽ മാറ്റിയിട്ടാണ്, ആരോഗ്യത്തിൻ്റെ പേരിൽ. അത് മാത്രമല്ല, അദ്ദേഹത്തെ മാത്രമല്ലല്ലോ, മുരളി മനോഹർ ജോഷിയെ പോലുള്ള ആൾക്കാരെയും പ്രായത്തിൻ്റെ പേരിൽ പിടിച്ചങ്ങിരുത്തി അച്യുതാനന്ദനെയില്ല ഭരണപരിഷ്കാര കമ്മിറ്റി അംഗമാക്കി മാറ്റിക്കൊണ്ട് ചെയർമാനാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി നൽകിയതുപോലൊരു തീരുമാനം. മാർഗനിർദ്ദേശക് മണ്ഡൽ എന്നാണ്, മാർഗദർശക് മണ്ഡൽ എന്നും പറയുന്നത്. അതെ, ദർശക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പം, അവർ ദർശനം ചെയ്യുക മാത്രമേ ഉള്ളൂ, നിർദ്ദേശമൊന്നും കൊടുക്കില്ല. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരൊറ്റ നിർദ്ദേശം അവർ പുറത്ത് വെച്ചതായിട്ട് കണ്ടില്ല. പക്ഷേ അതങ്ങനെയല്ല, അച്യുതാനന്ദൻ ഒരുപാട് പരിഷ്കാരങ്ങൾ പറഞ്ഞിരുന്നു, ചിലതൊക്കെ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ടീം ഉണ്ടായിരുന്നല്ലോ, ഒരു ടീമുണ്ട്, CP നായർ ഉൾപ്പെടെ IASകാരുടെ ഒരു ടീം, ഷീല തോമസും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് എനിക്ക് ഉറപ്പില്ല, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട്. എന്തായാലും ഒരു മിടുക്കന്മാരുടെ ഒരു കമ്മിറ്റി ആയിരുന്നു, മിടുക്കികളുടെയും. ആ കമ്മിറ്റി കൊടുത്ത ചില കാര്യങ്ങൾ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുണ്ട്, പല കാര്യങ്ങളും ഇനി ബാക്കി കിടക്കുന്നുണ്ട്. അതൊക്കെ നടപ്പാക്കിയിരുന്നെങ്കിൽ ഈ സിനിമാ മേഖലയിലെ പോലുള്ള പ്രശ്നങ്ങൾ പണ്ടേ ഒഴിവാക്കാമായിരുന്നു. അതിന് കോൺക്ലേവിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാം അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് നയരൂപീകരണത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മോദി പോയാൽ പിന്നെ ആരെന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. RSSന് നിർദ്ദേശിക്കാൻ കാണും വിജയനാഥ് കരുതുന്നത്. നമ്മളെല്ലാം ഇത് അഭ്യൂഹങ്ങളാണ്, ഇതൊന്നും നമ്മൾ സ്ഥിരീകരിക്കപ്പെട്ട സത്യങ്ങളാണ്. വിജയനാഥിൻ്റെ ഒരു കാഴ്ചപ്പാട്, രണ്ട് പൗരന്മാരുടെ അഭിപ്രായം എന്നുള്ളത് കഴിഞ്ഞ് പ്രാധാന്യമൊന്നുമില്ല, പ്രേക്ഷകരോട് പറയുക, അല്ലാതെ നമുക്ക് കിട്ടിയ എന്തെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല. വിജയനാഥിൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മോദി പോയാൽ അങ്ങ് സങ്കല്പിക്കുക, 75 വയസ്സ് കഴിയുന്നു, അടുത്ത പ്രാവശ്യം പുതിയ പ്രധാനമന്ത്രി. 75 വയസ്സെന്ന് പറഞ്ഞാൽ 75 തികയുന്ന ദിവസം അത് മോദിക്ക് തികയണമെന്നില്ല. ഇല്ല, പിന്നെ 75-ലാവുന്നു. അദ്ദേഹം സെപ്റ്റംബർ 17-നാണ്. സെപ്റ്റംബർ 17-ന് ഉടനെ രാഷ്ട്രത്തോടൊരു പ്രഖ്യാപനം നടത്തി അദ്ദേഹം പിന്മാറിയൊന്നുമില്ല. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വേറെ ആയിരിക്കുമെങ്കിൽ, പക്ഷേ നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തും, അച്യുതാനന്ദനെ മുന്നിൽ നിർത്തുന്ന പോലെ അല്ലേ. പക്ഷേ ആരായിരിക്കും അടുത്ത, മാറുകയാണെന്ന് വെക്കുക, ആരായിരിക്കും അടുത്ത ആൾ? ഇപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്, ആദിത്യ യോഗി ആയിരിക്കുമോ എന്നുള്ളത്. അതുപോലെ തന്നെ ഗഡ്കരിയോ, നിതിൻ ഗഡ്കരി. എന്തുകൊണ്ട് അമിത്ഷായെ നിങ്ങൾ ഒഴിവാക്കും? അമിത്ഷായെ ഉണ്ട്, ആ പേരിൽ വന്നിട്ടുള്ളതാണ്. UPയിലാണ് ശോഭിച്ചിട്ടുള്ളത് ആര്? നമ്മുടെ യോഗി ആദിത്യനാഥ്. വളരെ ധീരമായിട്ട് അദ്ദേഹം UP അറിയാം. UP ശരിക്കും അറിയാവുന്ന ആളായതുകൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് പഠിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യ പോലൊരു മഹാരാജ്യത്തെ ഭരിക്കാൻ അത് മതിയോ, 6 മതിയോ എന്നതുകൊണ്ട് എൻ്റെ ഒരു വാദം അമിത്ഷാ തന്നെ ആയിരിക്കും. ഇന്ത്യ നേരിട്ട വലിയ 2 തലവേദനകളായിരുന്നു, 2 തരത്തിലുള്ള തീവ്രവാദം. ഒന്ന് നക്സൽ തീവ്രവാദം, മാവോവാദിത്തിൽ. മറ്റൊന്ന് കാശ്മീരിൽ നമ്മൾ കണ്ട മതഭീകരവാദം. ഈ 2നെയും പരുവത്തിലാക്കാൻ അടൽ ബിഹാരി വാജ്പേയിക്ക് പോലും കഴിഞ്ഞിരുന്നില്ല. പലതരത്തിൽ ശ്രമിച്ചു നോക്കി. പ്രകാശ് പാദ്കോൺ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഒക്കെ കമ്മിറ്റിയായിട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം അവിടെയൊക്കെ
യാത്രകളൊക്കെ നടത്തിച്ച് അവരുമായിട്ട് കാശ്മീരിയത്ത് തിരിച്ചു കൊണ്ടുവരാൻ ഭഗീരഥ പ്രയത്നം നടത്തിയെങ്കിലും ഫലിച്ചില്ല. കാശ്മീരിലേക്ക് മുസാഫർ നഗറിലേക്ക് തീവണ്ടി യാത്ര നടത്തി, ഫലിച്ചോ? അതുപോലെ മോദി നവാസ് ഷെറീഫിൻ്റെ ജന്മദിന ആഘോഷത്തിൽ വലിയ അത്ഭുതകരമായിട്ട് പാകിസ്ഥാനിലെത്തി കേക്ക് മുറിച്ചു, കഴിച്ചു. പക്ഷേ അതുകൊണ്ട് വല്ല കേക്ക് ഡിപ്ലോമസി കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. അതിൻ്റെ പിറ്റേ ദിവസം അവർ യുദ്ധം തുടങ്ങി. അതാണ് അവരുടെ രീതി. പക്ഷേ ആ സ്ഥാനത്ത് ഇന്ന് പാകിസ്ഥാനെ നിർവീര്യമാക്കുകയും നിശബ്ദമാക്കുകയും ചെയ്തിരിക്കുക മോദി. എന്ന് മാത്രമല്ല, ഈ നമ്മുടെ ഒരു പുരുഷായുസിൽ സംഭവിക്കുമെന്ന് നമ്മൾ കരുതാത്ത കാശ്മീരിൻ്റെ പ്രത്യേക പദവി എന്നുള്ളത് എടുത്തു തീർപ്പിച്ചു. ഒരു ചുക്കും സംഭവിച്ചില്ല. സംസ്ഥാന പദവി കഴിഞ്ഞു, അതിപ്പോൾ റീ എസ്റ്റാബ്ലിഷ് ചെയ്യും. ആഭ്യന്തരമന്ത്രി പദത്തിൽ എത്തുന്ന ഇത്രയും ലോങ് പീരീഡ് ഇരിക്കുന്ന അദ്ദേഹമാണ്. അതെ അതെ. ഇന്ന് എത്ര വർഷം തികയുകയാണ് അദ്ദേഹത്തിന്? 2228 ദിവസമോ മറ്റോ തികയുന്ന ഒരു ദിവസം കൂടിയാണ്. കൃത്യമായിട്ട് ഓർമ്മയില്ല അത്, എങ്കിലും അതൊരു റെക്കോർഡ് ദിവസം കൂടിയാണ്. അപ്പോൾ ഇത്ര ശക്തനായിട്ടൊരു ആഭ്യന്തരമന്ത്രിയാണ്. അടുത്തുള്ള രാഷ്ട്രങ്ങളെല്ലാം ശത്രുക്കളെ, ബംഗ്ലാദേശ്, അതുപോലെ തന്നെ പാകിസ്ഥാൻ, ചൈന എല്ലാം വലിയ ശത്രുക്കളായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ ജിയോ പൊളിറ്റിക്സിൽ ഇത്ര ശക്തനായിട്ടുള്ളൊരു പ്രധാനമന്ത്രി ആവുക എന്നുള്ളത് തന്നെയാണ്. ശരിയാണ്, അദ്ദേഹം പറഞ്ഞു ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഗീത വായിക്കും, അതുപോലെ തന്നെ ഗവേഷണം നടത്തും അതിനെക്കുറിച്ചെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും എനിക്ക് തോന്നുന്നു അതിന് സമയമായിട്ടില്ല. 75-ലെത്താൻ ഇനിയും ധാരാളം സമയമെടുക്കും അദ്ദേഹത്തിന്. അതുപോലെ തന്നെ വിജയ്നാഥ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോ ടയേർഡ്നെസ്, നോ അതെ അതെ അല്ലേ, അതെ നോ റിട്ടയർ എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ക്ഷീണമില്ലെങ്കിൽ റിട്ടയർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണല്ലോ അമേരിക്കയിലൊക്കെ പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരിലും ഇരിക്കുന്നത്. 70 വയസ്സ് വരെ ആർക്കും സർവീസ് തുടങ്ങാം ക്ഷീണമൊന്നും ഇല്ലെങ്കിൽ. കാരണം അവരുടെ ആഹാര രീതി അതുപോലത്തെ ആഹാര രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് എനർജറ്റിക് ആയിരിക്കും 70-ാം വയസ്സിലും അവർ. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അല്ലേ പറഞ്ഞത് ഏജ് ഈസ് ഓൺലി എ നമ്പർ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ മോദിയെപ്പോലെ ഊർജ്ജമുള്ള ചെറുപ്പക്കാരുണ്ട് രാജ്യത്ത്. ചെറുപ്പക്കാർക്ക് പോലുമില്ലാത്ത ഊർജ്ജ പ്രസരം കൊണ്ടല്ലേ അമിത്ഷായ്ക്ക് പിന്നെയും കുറച്ചൊക്കെ ക്ഷീണമുണ്ട്. അദ്ദേഹത്തിൻ്റെ അമിതഭാരം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്പം ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. കാരണം വെയിറ്റ് ഒരുപാട് കുറച്ച് അദ്ദേഹം. പക്ഷേ മോദി അങ്ങനെയല്ല, വിമാനത്തിലൊക്കെ ഇപ്പോഴും ഓടിയാണ് കയറുന്നത്. അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് ഇങ്ങനൊരു ക്വാളിഫിക്കേഷൻ വേണം കേട്ടോ. അവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കുതിര സവാരിയൊക്കെ ചെയ്ത് കാണിക്കും. കാരണം ഫിസിക്കലി ഫിറ്റാണ് എന്ന് വരുത്താൻ. രണ്ടാമത് വീണ്ടും മത്സരിക്കാൻ ശ്രമിച്ച ജോർജ് ബീദൻ പോലും അത് കാണിച്ചു. അദ്ദേഹം ഞാൻ ഫിസിക്കലി ഫിറ്റാണ് എന്നും പറഞ്ഞ് ഒരു പ്രകടനമൊക്കെ നടത്തി അദ്ദേഹം. കുതിരപ്പുറത്ത് സവാരി, ഓട്ടം ഇങ്ങനെയൊക്കെ കാണിച്ചു. പക്ഷേ അവസാനം കിതച്ചു. അതോടുകൂടിയാണ് അദ്ദേഹത്തിനെ മാറ്റിക്കൊണ്ട് ഹിലാരി ക്ലിൻ്റനെ അവർ സ്ഥാനാർത്ഥിയാക്കി. ഹിലാരി ക്ലിൻ്റനെ അല്ല, മറ്റേ ഇന്ത്യൻ വംശജയായിട്ടുള്ള ബദൽ സ്ഥാനാർത്ഥിയൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്തത്. കമല ഹാരിസിനെ കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. അദ്ദേഹം ഫിസിക്കലി ഫിറ്റ് അല്ല എന്നുള്ള ബോധ്യം കൊണ്ടാണ്. പക്ഷേ ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ദേവഗൗഡ പ്രധാനമന്ത്രി ഇരുന്ന സ്ഥലമാണ്. അദ്ദേഹം സ്റ്റേജിലൊക്കെ ഇരിക്കുമ്പോൾ ക്ഷീണം കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നത് വീഡിയോകളിലൂടെയും ഫോട്ടോകളിലൂടെയും നമ്മൾ. മൊറാർജി ദേശായിക്ക് ആ ക്ഷീണമില്ലായിരുന്നില്ലേ? 85 വയസ്സിലും തൊക്കിനൊരു ചുളിവുമില്ലായിരുന്നു. ആർക്ക്? മൊറാർജി ദേശായിക്ക്. അദ്ദേഹം സ്വന്തം മൂത്രം കുടിക്കുന്ന ആളായിരുന്നു. മൂത്ര ചികിത്സ കൊണ്ടാണത് അങ്ങനെയെന്നാണ് ആൾക്കാർ പറയുന്നത്. 85 വയസ്സിലും തൊക്കിന് ചുളിവില്ലാതിരുന്ന, ഒറ്റ ചുളിവില്ലായിരുന്ന പ്രസന്നവദനായിട്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഗാന്ധിയനായിരുന്നു. ഗാന്ധി ആ രീതി ഒക്കെ കൊണ്ടായിരിക്കും. ദേവഗൗഡ പക്ഷേ പറഞ്ഞത് ഞാൻ ഈ റാഗിയുടെ കൊഴുക്കട്ട കഴിക്കുക, അത് കഴിച്ചാൽ ഉറക്കം വരും, അതുകൊണ്ടാണ്. അതൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ക്ഷീണം കൊണ്ട് തന്നെയാണ്. വല്ലാതെ ഉറങ്ങുമായിരുന്നു. പക്ഷേ ഈ ഒരു കുഴപ്പങ്ങളൊന്നുമില്ലാത്തൊരു വ്യക്തിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ ആ ലങ് പവർ ഇപ്പോഴും കണ്ടില്ലേ? ആ യോഗങ്ങളിലൊക്കെ നടത്തുന്ന ആ ശബ്ദം പുറപ്പെടുവിക്കാൻ നല്ല ശക്തി വേണം. അതെല്ലാമുള്ള ഫിസിക്കലി പൂർണ്ണമായിട്ടും ഫിറ്റായിട്ടുള്ള ആളാണ്. അതൊക്കെ അദ്ദേഹം ചെയ്യുന്ന യോഗയുടെ ഫലമായിട്ടാണ്. അതുപോലെ തന്നെ രാവിലെ 6 മണിയാകുമ്പോൾ ഓഫീസ് തുറക്കുന്ന ഇദ്ദേഹം. വൈകുന്നേരം നിങ്ങളെല്ലാം പോകാൻ പറഞ്ഞിട്ട് 8 മണി കഴിഞ്ഞിട്ടും അദ്ദേഹം ഓഫീസിലിരിക്കും. 18 മണിക്കൂറാണ് അദ്ദേഹം ഓഫീസിലിരിക്കുന്നത്. ആകെ 2 മണിക്കൂറാണ് ഉറങ്ങുന്നത്. അങ്ങനൊരു മനുഷ്യനാണ് ഈ നമ്മുടെ ഭാരതത്തെ ഭരിക്കുന്ന ഊർജ്ജസ്വലനായിട്ടുള്ള പ്രധാനമന്ത്രിയായിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പോണോ വേണ്ടയോ എന്നുള്ളത് ഫിറ്റ്നസ് വെച്ചുകൊണ്ട് ഈസ് ഫിറ്റ് ടു ബിക്കം ടു കണ്ടിന്യൂ ആസ് പ്രൈം മിനിസ്റ്റർ. പക്ഷെ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഒഴിഞ്ഞാലും നരേന്ദ്രമോദിയെ ജനങ്ങൾ പിന്നെയും പിന്തുടരും. എന്താണ് ഇപ്പം നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്, എവിടെയാണ് അതെ എന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡും മറികടന്ന്, അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ കരിഷ്മയും മറികടന്ന ഒരു നേതാവാണ്. ലോകം ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നത്, ഇന്ദിരാഗാന്ധിക്ക് ആ ക്വാളിഫിക്കേഷൻ ഇല്ലായിരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെ ഫോളോ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഫാൻസും ആരാധകരുമുള്ള ഒരു പ്രസ്ഥാനമാണ്, ഒരു വ്യക്തിയല്ല അദ്ദേഹം.
രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തോട് നമുക്ക് വിയോജിക്കുക, അദ്ദേഹത്തോട് പല കാര്യങ്ങളിലും വിയോജിക്കാം, കാര്യം ശരി. പക്ഷേ ഇന്ത്യയിൽ ഇതുപോലെ തന്നെ ഇന്ത്യയുടെ അഭിമാനം ഇത്രയും വർദ്ധിപ്പിച്ച ഒരു പ്രധാനമന്ത്രി ഇല്ല. ഇത് ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഡ്രൈവർമാർ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അവരൊന്ന് നോക്കും. കാരണം ഇന്ത്യ അതിൻ്റെ ശക്തി, അതിൻ്റെ സ്വത്വം ഒക്കെ ഇപ്പം മനസ്സിലാക്കി തുടങ്ങിയത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. പണ്ടൊക്കെ വിജയനാഥ ഈ വിമാനത്തിൽ ചെന്നിറങ്ങുന്ന ഇന്ത്യക്കാരെ എല്ലാം കൂലികളെ പോലെ ഹട്ട് 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 എന്ന് പറഞ്ഞ് അറബി ഭാഷയിൽ അവിടെ നിന്ന് മാറുന്ന നായ്ക്കളോടെ പറയുന്ന പോലെ വടിയെടുത്തുകൊണ്ടാണ് പെരുമാറിയത്. ഇന്ന് അതല്ല, നമ്മളെ അവർ സല്യൂട്ട് വെച്ച് സ്വീകരിക്കുന്നു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ. അവിടുത്തെ പരമോന്നത ബഹുമതി നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നു. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് കിട്ടിയ ഒരു പുരസ്കാരമാണ് ഇതെന്ന് പറയുന്നത്. അദ്ദേഹം RSSകാരനോ സംഘപരിവാറോ എന്നുള്ളതല്ല. ഇന്ത്യയുടെ അഭിമാനം ഹിമാലയ പർവ്വതത്തോളം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. മാറേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വേറൊരാൾ വന്നു കഴിയുമ്പോൾ BJPയുടെ ഭാവി ഭാഗതയും എന്തായിരിക്കുമെന്ന് BJPയും RSSും കൂടി ചിന്തിച്ച് ഒരു ചിന്തൻ ബൈഠക്കിൽ കൂടി മനസ്സിലാക്കേണ്ടതും ആയിട്ടുള്ള കാര്യമാണ്. ആലോചിച്ചും ചിന്തിച്ചും എടുക്കേണ്ട തീരുമാനമാണെന്ന്. അപകടത്തിലേക്ക് വീണ്ടും ഇന്ത്യ പോകാൻ പാടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.